ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. കേട്ടഡ് എക്സാമിനേഷൻ, സീറ്റഡ് എക്സാമിനേഷൻ കോമൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് പെഡഗോജി ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിന് തന്നെ നമുക്ക് ടേംസിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ സെക്ഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ടേംസ് ഉണ്ട്. അത്തരത്തിലൊരു ചോദ്യം തന്നെ നമുക്ക് ആദ്യം നോക്കാം. ലുക്കിംഗ് ഫോർ എ നമ്പർ ഇൻ ദ കോൺടാക്ട് ലിസ്റ്റ് ഓഫ് യുവർ ഫോൺ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഫോണിലെ കോൺടാക്ട് ലിസ്റ്റിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ, ഒരു വ്യക്തിയുടെ നമ്പർ നമ്മൾ നോക്കുന്നത്, അത് എന്ത് തരം, എന്തിൻ്റെ എക്സാമ്പിളാണ്? ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ ആ നമ്പർ തിരഞ്ഞ് വായിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് തരം റീഡിംഗ് ആണെന്നൊക്കെ വേണമെങ്കിൽ നോക്കാം. സ്കാനിങ്, സർവേ, റിവ്യൂ, സ്കിമ്മിങ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രണ്ട് ഓപ്ഷൻ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാം. സർവേയും റിവ്യൂവും. നമ്മളൊരിക്കലും സർവേ നടത്തുമല്ലോ. ഒരു നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നോക്കുമ്പോൾ അവിടെ സർവേ അല്ല. സർവേ നമുക്കറിയാം, നമ്മൾ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട്, ഡാറ്റ കളക്ഷൻ എക്സ്പെരിമെൻറ്റിനും ഒക്കെ നടത്താനായിട്ട് നമ്മൾ സർവേ നടത്തുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതല്ല. റിവ്യൂ, ഒരു കാര്യത്തിന് റിവ്യൂ ചെയ്ത് നോക്കുകയോ അല്ല, പകരം നമ്മൾ മറ്റെന്തോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് സ്കിമ്മിങ്, ഒന്ന് സ്കാനിങ്. ഇതിലെന്താണ് ഇവിടെ ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ തപ്പിയെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക? സ്കാനിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. സ്കിമ്മിങ്ങും സ്കാനിങ്ങും നമ്മൾ തിരിഞ്ഞു പോകാതിരിക്കണം. നമ്മുടെ മുമ്പിൽ ഒരു റെസ്റ്റോറൻറ്റിലെ മെനു വരുന്നു. അപ്പോൾ അതിൽ എന്തൊക്കെ വിഭവങ്ങളുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മൊത്തത്തിലൊന്ന് നോക്കുന്നു. ആ മൊത്തത്തിൽ നമ്മൾ ഓരോന്നും വിശദമായിട്ട് നോക്കില്ല, മൊത്തത്തിലുള്ള ആ ഒരു വായന, ആ വായനയാണ് നമ്മൾ എന്താ പറയുക? സ്കിമ്മിങ് എന്ന് പറയുക. നമ്മൾ ഓരോ കാര്യവും ഓരോ വാക്കും നോക്കുകയല്ല, പകരം എന്താണ് മൊത്തത്തിൽ എന്തൊക്കെ ഡിഷസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മൊത്തത്തിൽ നോക്കുന്നു. ഇന്ത്യൻ ആണോ, കോണ്ടിനെൻ്റലാണോ, ചൈനീസ് ആണോ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് നോക്കുന്നതാണ് എന്ത്? സ്കിമ്മിങ്. ഇനി നമുക്കൊരു പെർട്ടിക്കുലറായിട്ട് ചിക്കൻ ബിരിയാണി എത്ര രൂപയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കറക്റ്റായിട്ട് നോക്കുന്നു. അതുകൊണ്ട് നമുക്ക് കൃത്യം ആ വില അറിയണം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നു, ചിക്കൻ ബിരിയാണിൻ്റെ നേർക്ക് നോക്കുന്നു, 240 രൂപ എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? അത് സ്കാനിങ് ആണ്. ആ പ്രോസസ് തന്നെയാണ് അല്ലേ. ഫോണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺടാക്ട് ലിസ്റ്റിൽ ഒരു പെർട്ടിക്കുലർ നമ്പർ. അപ്പോൾ ആ പർട്ടിക്കുലർ നമ്പർ എന്ന് പറയുമ്പം വെറുതെ ഓടിച്ച് നോക്കി ഏതെങ്കിലും 10 ഡിജിറ്റ് അടിച്ചാൽ പോരാ. ആ 10 ഡിജിറ്റും എന്തായിരിക്കണം? കൃത്യമായിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സ്കാനിങ് ആണ്. ഇതോട് ചേർത്ത് തന്നെ നമ്മൾ പറയുന്ന രണ്ട് ടേംസാണ് ഇൻറ്റൻസീവ് റീഡിങ്ങും എക്സ്റ്റെൻസീവ് റീഡിങ്ങും. ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കാര്യത്തിൽ നമ്മൾ ഓരോ കാര്യം എന്ത് ചെയ്യുന്നു? അതിങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കി വായിച്ചു പോകുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ മുക്കും മൂലയും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നടത്തുന്ന വായനയാണ് ഇൻറ്റൻസീവ് റീഡിങ്. പിന്നെ എന്താണ്? ജസ്റ്റ് നമ്മൾ പ്ലഷറിന് വേണ്ടി ഒരു നോവൽ വായിക്കുന്നു, അതെന്താണ്? എക്സ്റ്റെൻസീവ് റീഡിംഗ് ആണ്. അപ്പോൾ ആ കാര്യം കൂടെ ഈ സ്കിമ്മിങ്ങും സ്കാനിങ്ങും പഠിക്കുന്ന കൂട്ടത്തിൽ മറക്കാതെ ഓർത്ത് വെക്കാം. അപ്പോൾ ഈ സ്കിമ്മിങ്ങും സ്കാനിങ്ങും വരുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ റെസ്റ്റോറൻറ്റിലെ മെനുവിൻ്റെ കാര്യം, ചിക്കൻ ബിരിയാണിയുടെ കാര്യം ഒന്ന് ഓർക്കാം, തെറ്റിപ്പോകരുത്. അടുത്തത്, ഡിഫൈനിങ് ന്യൂ വേർഡ്സ് വിത്തിൻ കോണ്ടെക്സ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ദ ചിൽഡ്രൻ ലേൺ മീനിങ്സ് ഓഫ് ദ ന്യൂ വേർഡ്സ്. നോക്കിക്കേ, ഇവിടെ നമ്മൾ ഒരു സിറ്റുവേഷൻ കൊടുക്കുകയാണ്. ന്യൂ വേർഡ്സ് വിത്തിൻ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ വാക്കുകൾ പറയുന്നു. ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ദ ചിൽഡ്രൻ ലേൺ മീനിങ്സ് ഓഫ് ന്യൂ വേർഡ്സ്. ഇന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, ഇങ്ങനെ ഓരോന്ന് പറയാതെ പകരം ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കുന്നു. കോണ്ടെക്സ്റ്റ് ഒരു വേർഡ് പറയുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് എന്താണെന്നാണ് ചോദ്യം. ഓഫൺ കൺഫ്യൂസസ് ദ ചിൽഡ്രൻ, ഹെൽപ്സ് ഇൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്, പ്രൊമോട്ട്സ് റോഡ് മെമ്മറൈസേഷൻ, ലീഡ്സ് ടു വേസ്റ്റേജ് ഓഫ് ടൈം. അവിടെ എന്താണ് സംഭവിക്കുക? കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമോ? ഇല്ല. പ്രൊമോട്ട് റോഡ് മെമ്മറൈസേഷൻ, കാണാപ്പാഠം പഠിക്കുകയാണോ അവിടെ? നമ്മളിപ്പോൾ ഒരു വാക്ക് കൊടുത്തിട്ട് എന്താണ്? ഇതിൻ്റെ അർത്ഥം ഇതാണ് എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അത് റോഡ് മെമ്മറൈസേഷൻ ആണല്ലേ, കാണാപ്പാഠം പഠിക്കലാണ്. അത് നമ്മുടെ പുതിയ പാഠ്യരീതി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. തന്നെ എന്താ? ലീഡ്സ് വേസ്റ്റേജ് ഓഫ് ടൈം. ടൈം വേസ്റ്റേജ് ആണെന്ന് പറയാൻ പറ്റില്ല. പകരം എന്താണ്? ഹെൽപ്സ് ഇൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേർഡ്. ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആ കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യും? നമുക്കതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും. ഓക്കെ, അതാണ് അവിടെ ഉത്തരം വരിക. അടുത്ത ചോദ്യം, the type of writing in which the author mostly places himself as a character, sometimes he may not, and narrates the story is known as. അപ്പോൾ നോക്കിക്കേ,
ഇവിടെ നമ്മൾക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞേക്കുവാണ്. അപ്പോൾ നമുക്ക് LSRW സ്കിൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സബ് പോർഷനായിട്ട് വരുന്ന മേഖലയാണിത്. അപ്പോൾ പല ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട്. അതിൽ റൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞേക്കുവാണ്. ദ ഓദർ മോസ്റ്റ്ലി പ്ലേസസ് ഹിംസെൽഫ് ആസ് എ ക്യാരക്ടർ. ഓദർ എന്ത് ചെയ്യുന്നു, അയാളെ ആ ഒരു പർട്ടിക്കുലർ റൈറ്റിങ്ങിൽ ഒരു കഥാപാത്രമായിട്ട് കൊണ്ടുവരുന്നു. സംതിങ്സ് ഹി മേ നോട്ട്. ചിലപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ കഥാപാത്രമായിട്ട് വരേണ്ടതല്ല, കഥാപാത്രമായിട്ട് കൊണ്ടുവരുന്നു. ദ സ്റ്റോറി ഈസ് നോൺ ആസ്. അത്തരം കഥകൾക്ക് പറയുന്ന അത്തരം റൈറ്റിങ്ങിന് പറയുന്നത് എന്താണ്? എക്സ്പോസിറ്ററി, പെർസുവേസീവ്, ഡിസ്ക്രിപ്റ്റീവ്, നരേറ്റീവ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. നോക്കിക്കും, നരേറ്റ്സ് ദ സ്റ്റോറി നരേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോറി നമ്മൾ എന്ത് പറയും? നരേറ്റീവ് എന്നാണ് പറയുന്നത്. എന്താണ് നരേറ്റീവ്? ഓക്കെ, അടുത്ത ചോദ്യം. You want to ensure maximum participation of students of your class. Which of the following methods would you adopt for this purpose? നമുക്ക് എന്താവശ്യമാണ്? മാക്സിമം പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ്. കുട്ടികൾ എന്ത് ചെയ്യണം? മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്കിവിടെ ഈ കൂട്ടത്തിൽ ഏതാണ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഡിസ്കഷൻ, ഡെമോൺസ്ട്രേഷൻ, മോഡൽ റീഡിംഗ്, റെസിറ്റേഷൻ. ഡിസ്കഷൻ ആണോ, ഡെമോൺസ്ട്രേഷൻ ആണോ, മോഡൽ റീഡിംഗ് ആണോ, റെസിറ്റേഷൻ ആണോ? എന്താ വരിക? നമുക്കറിയാം ഡെമോൺസ്ട്രേഷൻ വരുമ്പോഴത്തേക്ക് അവിടെ ടീച്ചർ സെൻട്രിക് ആണ്. അപ്പോൾ അവിടെ കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഇല്ല. മോഡൽ റീഡിങ്ങിലും അവിടെയും പാർട്ടിസിപ്പേഷൻ വരില്ല. റെസിറ്റേഷൻ അവിടെയും പാർട്ടിസിപ്പേഷൻ കൂടുതലായിട്ട് വരില്ല. പക്ഷേ എവിടെ വരും? ഡിസ്കഷനിൽ വരും അല്ലേ? ചർച്ച ചെയ്യുമ്പോൾ, ആ ഒരു സംവാദം നടത്തുമ്പോൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും മാക്സിമം പാർട്ടിസിപ്പേഷൻ നമുക്കവിടെ ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ ക്ലാസ് റൂമിൽ ഇതൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഒന്നൊന്നിനേക്കാളും ബെറ്റർ എന്നല്ല നമ്മൾ പറയുന്നത്. ഇവിടെ മാക്സിമം പാർട്ടിസിപ്പേഷൻ വേണമെങ്കിൽ എന്താവശ്യമാണ്? ഡിസ്കഷൻ ആവശ്യമാണ്. ഡെമോൺസ്ട്രേഷൻ ആവശ്യമായ സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കണം. അപ്പോൾ ഓരോ സാഹചര്യത്തിനും ഓരോ ആവശ്യങ്ങൾക്കുമാണ്, നമ്മുടെ നീഡ് അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് മാക്സിമം പാർട്ടിസിപ്പേഷൻ വേണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡിസ്കഷൻ കൊണ്ടുവന്നു. അടുത്ത, listener while listening to the specific details recognizes cognates and word order patterns. What is the listening process known as? ഒരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ സ്പെസിഫിക് ഡീറ്റെയിൽസ് നോക്കി അതിനെ മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കി, വേർഡ് ഓർഡർ പാറ്റേൺ മനസ്സിലാക്കി പോകുമ്പോൾ ആ ഒരു ലിസണിങ് പ്രോസസ്സിനെ പറയുന്നത് എന്താണ്? ബോട്ടം അപ്പ് പ്രോസസ്, ടോപ്പ് ഡൗൺ പ്രോസസ്, ഇൻഫറൻഷ്യൽ പ്രോസസ്, ലീനിയർ പ്രോസസ്. എന്താണ് നമ്മൾ പറയുക? ഇവിടെ നമുക്കറിയാമല്ലേ ഓരോ സ്പെസിഫിക് ഡീറ്റെയിൽസും ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഓരോന്നും മനസ്സിലാക്കി പോകുമ്പോൾ അതിനെ നമ്മൾ എന്താ പറയാം? ബോട്ടം അപ്പ് പ്രോസസ് ആണ്. നേരെ തിരിച്ചാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ടോപ്പ് ഡൗൺ പ്രോസസ് എന്ന് പറയും. ഇൻഫറൻസ് റീഡ് ചെയ്യുകയാണെങ്കിൽ ഇൻഫറൻഷ്യൽ പ്രോസസ് എന്ന് പറയും. പിന്നെ ലീനിയർ പാറ്റേണിൽ പോവുകയാണെങ്കിൽ അതിന് ലീനിയർ പ്രോസസ്സും പറയും. അപ്പോൾ ഇതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷനൊക്കെ എലിമിനേറ്റ് ചെയ്തും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത്ര ബുദ്ധിമുട്ടല്ല പെഡഗോജി. ഇപ്പോൾ തന്നെ നോക്കി, ഞാൻ ഈ പറഞ്ഞതിൽ ഒരു 90% കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ടേംസ് ആണ് വേണ്ടത്. ടേംസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, ആ ടേംസ് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പവുമാണ്. എല്ലാം ബേസിക്കായിട്ട് നമ്മുടെ പെഡഗോജിക്കൽ ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടുന്നവയാണ്. അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വാളിഫയിങ് എക്സാമിനേഷൻസിന് പഠിക്കുന്ന സമയത്ത് ഒരു ഏരിയയും സ്കിപ്പ് ചെയ്യാൻ, എനിക്ക് ഇന്ന ഏരിയ പാടാണ്, ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യുന്ന മേഖലയാണ് ഇംഗ്ലീഷ് പെഡഗോജി, ഇന്ന ഏരിയ എനിക്ക് പാടാണ് അതുകൊണ്ട് ഞാനങ്ങ് സ്കിപ്പ് ചെയ്തു, അങ്ങനെ പറയരുത്. എല്ലാ മേഖലയിലും നമുക്ക് എന്ത് വേണം? ഒരു കൃത്യം ചില ഫുള്ളായിട്ടൊന്നും നമുക്ക് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല. എല്ലാ മേഖലയിലും നമുക്കൊരു പിടി വേണം. ഇത്ര എനിക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം വേണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും സിലബസുമായിട്ടും ക്വസ്റ്റ്യൻ പാറ്റേണുമായിട്ടും എപ്പോഴും ആ ഒരു ടച്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മുടെ സെക്ഷൻസൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നമ്മുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ക്ലാസ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മറ്റൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്